ഇപ്പോൾ പ്രമുഖ നിയമവിദഗ്ധൻ കൂടിയായ സെബാസ്റ്റ്യൻ പോൾ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിലുണ്ട് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട വഴി ശരിയായിരുന്നില്ല എന്നുള്ള ബോധ്യം ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനത്തിനുണ്ട്. ഗ്യാൻവാബിയിൽ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അറിയാം. ഇപ്പോൾ മധുര കൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദത്തിന് പുതിയ വിളനിലമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിനെ താങ്കൾ? അത് അങ്ങനെ തന്നെയാണ് ഇടപെടേണ്ടത്. അത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ വലിയ വിപത്തിലേക്ക് രാജ്യം നീങ്ങുമായിരുന്നു. അന്നേ നമ്മൾ പറഞ്ഞിരുന്നു ശ്രീരാമന് ശേഷം എങ്കിലും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അടുത്തത് കൃഷ്ണൻ ആയിരിക്കുമെന്ന്. അതേപോലെ അവർ പുതിയ മുഖങ്ങൾ തുറക്കുകയാണ്, നശീകരണത്തിന്റെ മുഖങ്ങൾ. വർഗീയതയുടെ മഹോത്സവം നടത്താൻ പ്രാപ്തമായ ഇടങ്ങൾ അവർ കണ്ടെത്തുകയാണ്. വാസ്തവത്തിൽ 1991 പാർലമെന്റ് പാസ്സാക്കിയ നിയമം തന്നെ ഉണ്ടല്ലോ, എല്ലാം 1947 എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ തുടരും എന്നുള്ളത്. പക്ഷെ അയോധ്യ അതിൻ്റെ ഒരു അപവാദമായി കോടതി കണ്ടു. ശരി, നമ്മൾ സമ്മതിച്ചു. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും പുതിയ സ്ഥലങ്ങൾ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവിടെയൊക്കെ വർഗീയ സംഘർഷത്തിന് അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം, മതസൗഹാർദ്ദം അതെല്ലാം തകർക്കുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരുപക്ഷെ ഈ ഭൂതകാലത്തിൽ ജീവിച്ചുകൊണ്ട് വർത്തമാനത്തെക്കാൾ ഭൂതകാലത്തെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാമെന്നുള്ളത് ഏകദേശം 92 ഡിസംബർ 6 മുതൽ സംഘപരിവാർ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതവർ വിജയിക്കുകയും ചെയ്തു. 2024 ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും ക്ഷേത്രവും പുരോഹിതനും പൂജാരിയും ഭരണാധികാരിയും രാജാവുമൊക്കെ കൊണ്ടുവരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അയോധ്യയിൽ തൃപ്രയാറിലെ രാമക്ഷേത്രത്തിൽ മോദി സന്ദർശിക്കാനെത്തുന്നു. മോദിയുടെ യാത്ര, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ എങ്ങനെ ഭൂതകാലത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ജനങ്ങളെ സമർത്ഥമായി പറ്റിക്കാമെന്നുള്ളത് സംഘപരിവാർ രാഷ്ട്രീയം തിരിച്ചറിയുകയും അത് നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് രൂഢമൂലമായ മതവിശ്വാസം അടിച്ചേൽപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ കോടതികളുടെ ഇത്തരം ഇടപെടലുകളല്ലേ ഏറെക്കുറെ ആശ്വാസം പകരുകയും ചെയ്യുന്നത്? അതിന് കോടതികളുടെ ഇടപെടലിന് പരിമിതിയുണ്ട്. അയോധ്യയിൽ നമ്മൾ കണ്ടല്ലോ, അയോധ്യയിൽ കയ്യേറ്റക്കാർക്ക് ഭൂമി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് സുപ്രീം കോടതിക്ക് നൽകേണ്ടി വന്നു. ഇനിയിപ്പോൾ അതിന്റെ തെറ്റുശരി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷെ 2024 ഊർജം BJP സംഭരിച്ചു കഴിഞ്ഞു. അതാണ് അയോധ്യ. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വേണമല്ലോ. അവിടെ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങൾ, നിങ്ങൾക്കിതാ ഞങ്ങളൊരു വാഗ്ദത്ത ഭൂമി നൽകുന്നു, ചൂണ്ടിക്കാണിക്കുന്നു, അതല്ല അത് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രീതിയിൽ നഗ്നമായ മതവികാരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒന്നായി മാറുന്നത് എനിക്ക് ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ഒരു ജനാധിപത്യത്തിലും അങ്ങനെ ഒന്നും കാണില്ല. ഇവിടെ ഏറ്റവും നല്ലത് ഇതാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അയോധ്യയ്ക്ക് ശേഷവും ആ വികാരം അങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തണമെങ്കിൽ അവർക്ക് മറ്റ് ഇടങ്ങൾ വേണം. അവിടേക്കുള്ള ആ പോക്കിലാണ് സുപ്രീം കോടതി ഒരു നിയന്ത്രണം, ഒരു കടിഞ്ഞാൻ ഇട്ടിരിക്കുന്നത്. സുപ്രീം കോടതിക്ക് മാത്രമായി പരിഹരിക്കാവുന്നതോ നിയന്ത്രിക്കാവുന്നതോ ആയ വിഷയം അല്ല അത് എന്നുകൂടി ചൂണ്ടിക്കാണിക്കണം. ശരി, വളരെ നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചതിന്.